ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. ഗസയിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ സൈന്യം. ഗസ നഗരത്തെ സൈന്യം വളഞ്ഞതായി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ് എക്സ്പോസ്റ്റിൽ പറഞ്ഞു. നെറ്റ്സറിം പ്രദേശം പിടിച്ചെടുത്തു എന്നും ഗസയെ രണ്ടായി ഭാഗിക്കുകയാണ് എന്നുമാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ മുന്നറിയിപ്പ്. ഗസയിൽ നിന്ന് തെക്കൻ അതിർത്തിയിലേക്ക് ഇനി സൈന്യത്തിന്റെ അനുമതിയില്ലാതെ ജനങ്ങൾക്ക് പോകാൻ സാധിക്കില്ല എന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ ജിഷ്ണു രവീന്ദ്രൻ നൽകും. ജിഷ്ണു, അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ നടത്തിയ ചർച്ച, അതിൽ ഒരു 20 ഇന പദ്ധതി തയ്യാറാകുന്നു. ആ പദ്ധതി ഇസ്രായേൽ അംഗീകരിക്കുന്നു. അത് ഹമാസ് അംഗീകരിക്കുകയാണെങ്കിൽ പ്രശ്നം അവിടെ വെച്ച് അവസാനിക്കുന്നു എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. അംഗീകരിച്ചില്ലെങ്കിൽ പിന്നീട് എന്ത് നടന്നാലും അതിന് ഹമാസ് മാത്രമായിരിക്കും ഉത്തരവാദി എന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ് വരുന്നു. ഇത് തീരുമാനം ഹമാസ് എടുക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ കടുപ്പിക്കുകയാണോ? എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഗസയിൽ? തീർച്ചയായും വിജയകുമാർ, അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതായത് നേരത്തെ നെതന്യാഹുവും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ നമ്മൾ പ്രതീക്ഷിച്ചത് ഇതൊരു അവസാനത്തിലേക്ക് എത്തുന്നു, വലിയൊരു സംഘർഷം അവസാനത്തിലേക്ക് എത്തുന്നു, ഒരു വംശഹത്യ എന്ന സാഹചര്യത്തിലേക്ക് എത്തിയ ഒരു വലിയ യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് പ്രതീക്ഷിച്ചു നിൽക്കുമ്പോഴാണ് വീണ്ടും ഗസ സിറ്റിയിൽ പ്രത്യേകിച്ച് ആക്രമണം കടുപ്പിച്ചുകൊണ്ട് ഇസ്രായേലി സൈന്യം രംഗത്തെത്തുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഇസ്രായേലി സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് ഒരു ഭാഗത്ത് നിന്ന് ആളുകളെ മറുഭാഗത്തേക്ക് ഓടിച്ചു വിടുന്നതിനപ്പുറത്തേക്ക് ഗസ സിറ്റിയെ വളയുക എന്ന തരത്തിലേക്ക് ഒരു പുതിയ തന്ത്രം ഇസ്രായേലി സൈന്യം രൂപീകരിച്ചിരിക്കുന്നു. അതിലൂടെ അവരുദ്ദേശിക്കുന്നത് ഗസ സിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞുപോകാൻ ആളുകൾക്ക് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഒഴിഞ്ഞു പോകാതെ ഇപ്പോഴും ഗസ സിറ്റിയിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അവരെ പൂർണ്ണമായും ഒഴിപ്പിക്കുക എന്നൊരു ഉദ്ദേശം കൂടി അവർക്കുണ്ട്. അങ്ങനെ ഒഴിപ്പിച്ച് ഹമാസിന്റെ പോരാളികളും അല്ലെങ്കിൽ ഹമാസ് പ്രവർത്തകരുമായ ആളുകളെ മാത്രം അറ്റാക്ക് ചെയ്യുക എന്നോ അവരെ സമ്മർദ്ദത്തിലാക്കി ഒരു തീരുമാനത്തിലേക്ക് എത്തുക, അവരെ ഒരു തീരുമാനമെടുക്കാൻ സമ്മർദ്ദത്തിലാക്കുക എന്ന ഉദ്ദേശമാണ് എന്ന് വേണം നമ്മൾ ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ. ഇതിലൂടെ ഗസ സിറ്റി വളയുന്നതിലൂടെ ഇനി തെക്കൻ ഭാഗത്തേക്ക് റഫ ഉൾപ്പെടെയുള്ള അതിർത്തി ഭാഗത്തേക്ക് ആളുകൾക്ക് നീങ്ങണമെങ്കിൽ സൈന്യത്തിന് അനുമതി വേണമെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നു. അതുപോലെ നെറ്റ്സാറിം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കോറിഡോർ, ഒരു ഇടനാഴി അവിടെ ഉണ്ട്. അത് മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് ഇങ്ങ് പടിഞ്ഞാറ് മെഡിറ്ററേനിയൻ കടൽ മുതൽ ഇങ്ങ് കിഴക്ക് ഇസ്രായേൽ അതിർത്തി വരെ എത്തി നിൽക്കുന്ന ഒരു ഇടനാഴിയാണത്. ആ ഇടനാഴി വളരെ പ്രധാനപ്പെട്ടതാണ്. ഗസയെ രണ്ടാക്കി മുറിക്കാൻ സാധിക്കുന്ന ഒരു ഇടനാഴിയാണത്. ആ ഇടനാഴി ഇസ്രായേലി സൈന്യം പിടിച്ചെടുത്തിരിക്കുന്നു. ആ ഇടനാഴി പിടിച്ചെടുക്കുന്നതിലൂടെ പൂർണ്ണമായും ഗസയെ രണ്ടായി വിഭജിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളത് ഇസ്രായേലി കട്സ് പറയുന്നത് പോലെ അത് പൂർണ്ണമായും ശരിയാവും. കാരണം അത് അങ്ങനെ ഒരു കോറിഡോർ ആണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതിലൂടെ പൂർണ്ണമായും ഒരു സമ്മർദ്ദം ചെലുത്തുക, പൂർണ്ണമായും സമ്മർദ്ദത്തിലൂടെ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ ഹമാസിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇസ്രായേലി സൈന്യം. ഇതിൽ ഒരു കാര്യമുള്ളത്, ഇപ്പോൾ ഈ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും തമ്മിലുണ്ടാക്കിയ ധാരണ, അതിൽ ഹമാസ് ഒരു തീരുമാനം എടുത്തിരുന്നില്ല. പക്ഷേ സ്വതന്ത്ര പലസ്തീൻ എന്നത് ഈ കരാറിന്റെ ഭാഗമാകുമെങ്കിൽ മാത്രമേ ആ നിലയിൽ എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് പോകുമെന്ന് ഹമാസിന്റെ ചില കേന്ദ്രങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഇല്ലാത്തത് കൊണ്ട്, ആ നിലയിൽ ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ട് ആ കരാർ തങ്ങൾക്ക് ബാധകമല്ല എന്ന് ഹമാസ് തീരുമാനിച്ചിട്ടുണ്ടോ? ആ നിലയിൽ ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും വന്നതായി കേട്ടിരുന്നില്ല. പൊടുന്നനവേ ഇത്തരമൊരു ആക്രമണത്തിൽ ഇസ്രായേലിനെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കണം? അത് ഈ കരാർ നടപ്പാവില്ല എന്ന് അവർക്ക് കിട്ടിയ വിവരങ്ങളാണോ, അതോ മറ്റെന്തെങ്കിലും സൂചനകൾ വരുന്നുണ്ടോ? അങ്ങനെ ഒരു വായന കൂടി സാധ്യമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഹമാസിനെ ഈ കാര്യം അറിയിക്കേണ്ടത് അന്ന് ഈ ചർച്ചകളെല്ലാം നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഈജിപ്തിൽ നിന്നോ ഇതിൽ മധ്യസ്ഥത വഹിക്കുന്ന രാജ്യങ്ങളായ ഈജിപ്തിൽ നിന്നോ ഖത്തറിൽ നിന്നോ തങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്ന് ഹമാസ് ആ സമയത്ത് തന്നെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിലൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് വിജയകുമാർ. അതായത് ഇറാൻ ആക്സിസിനെ കുറിച്ച്, ഇറാൻ അച്ചുതണ്ടിനെ കുറിച്ച് കൂടി സംസാരിക്കുന്നുണ്ട് നെതന്യാഹു. അതിനെ ഇല്ലാതാക്കുമെന്ന് പറയുന്നുണ്ട് നെതന്യാഹു. അദ്ദേഹം ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ പ്രസംഗിക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ അറബ് ഇസ്ലാമിക രാജ്യങ്ങളിൽ എല്ലാ രാജ്യങ്ങളും ഈ ഒരു പ്ലാൻ അംഗീകരിക്കാൻ തയ്യാറാണോ എന്ന ചോദ്യമുണ്ട്. അത്തരത്തിൽ ഒരുപാട് വിഷയങ്ങൾ പരിഗണിച്ച് മാത്രമേ ഹമാസിന്റെ ഭാഗത്തു നിന്നോ പലസ്തീൻ്റെ ഭാഗത്തു നിന്നോ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകൂ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇറാൻ, അതുപോലെ ഹിസ്ബുള്ള, ഹമാസ് പോലെയുള്ള സംഘടനകൾ, ഇറാൻ ആക്സിസ് എന്ന് വിളിക്കുന്ന ഈ സംഘടനകൾ ഇല്ലാതാകേണ്ടതുണ്ട്, അതിനെ തകർക്കേണ്ടതുണ്ട് എന്നൊരു മുന്നറിയിപ്പ് കൂടി നെതന്യാഹു ഈ ഒരു വെടിനിർത്തലിലേക്ക്, ഒരു രമ്യതയിലേക്ക്
തീരുമാനത്തിലേക്ക് എത്താൻ തയ്യാറാകുമ്പോൾ തന്നെ അത്തരമൊരു വെല്ലുവിളി കൂടി നടത്തുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ സമ്മർദ്ദങ്ങൾ പല തരത്തിലുണ്ട്, പല തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എടുക്കുന്ന തീരുമാനം എന്താകും, അവരുടെ സ്റ്റാൻഡ് എന്താകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഹമാസ് ഈ സാഹചര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ ഹമാസിന് പുറത്തൊരു വലിയ സമ്മർദ്ദം ആവശ്യമുണ്ട്. അങ്ങനെ ഒരു സമ്മർദ്ദം സൃഷ്ടിക്കുക, ഒരു സൈനിക സമ്മർദ്ദം സൃഷ്ടിക്കുക എന്നതാണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം ഈ 21 ഈ ഒരു കരാറിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് പലസ്തീനികളായ ഈ പറയുന്ന ബന്ദികളെ വിട്ടയക്കാൻ ഇസ്രായേൽ സമ്മതിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഹമാസും വിട്ടയക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഇസ്രായേൽ ഇതുവരെ നടത്തിയ പല കാര്യങ്ങളിൽ നിന്നും പിന്നോട്ട് പോയി. ഖത്തർ പ്രധാനമന്ത്രി വിളിച്ച് ക്ഷമാപണം നടത്തി ദോഹയിൽ ഈ വ്യോമാക്രമണം നടത്തിയതിൽ. അങ്ങനെ എല്ലാ തരത്തിലും ഒരടി പിന്നോട്ട് വെച്ചുകൊണ്ട് ഇസ്രായേൽ ഒരു അവസാനത്തിലേക്ക് എത്തുന്നു എന്ന സാഹചര്യം ഉണ്ടാകുന്നിടത്ത് നിന്നാണ് ഇപ്പോൾ വീണ്ടും ആക്രമണം ഉണ്ടാകുന്നത്. അതൊരു സമ്മർദ്ദ തന്ത്രമായി തന്നെ കാണണം. അതിന് മറ്റു പല രാജ്യങ്ങളുടെയും അഭിപ്രായങ്ങളും ഹമാസ് ഇനി എന്ത് സ്റ്റാൻഡ് എടുക്കുമെന്നതും വളരെ നിർണായകമായിരിക്കും. വിജയകുമാർ. യെസ്, ജിഷ്ണു രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകി. എന്തായാലും ഹമാസ് അവരുടെ തീരുമാനം ഈജിപ്തിനെയോ ഖത്തറിനെയോ അറിയിച്ചിട്ടില്ല. ആ തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ കടുത്ത നടപടികളിലേക്ക് പോവുകയാണ്. അതൊരു സമ്മർദ്ദ തന്ത്രമാണോ, അതല്ല ഈ ഇപ്പോഴത്തെ 20 അല്ലെങ്കിൽ 21 കരാർ ഹമാസ് അംഗീകരിക്കില്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് ഗസയിലേക്ക് സൈനിക നടപടി ശക്തമാക്കിയതാണോ? എന്തായാലും അതിൽ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ ഗസയെ വളഞ്ഞ് അതിശക്തമായ സൈനിക നീക്കത്തിൽ ഒരുങ്ങുന്നു എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി തന്നെ ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളാണ് ജിഷ്ണു നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് മറ്റ് റിപ്പോർട്ടുകളിലേക്ക്. അമേരിക്കയിൽ സർക്കാർ സേവനങ്ങൾ ഭാഗികമായി അടച്ചുപൂട്ടി. 6 വർഷത്തിനു ശേഷം ഇതാദ്യമായാണ് ഈ അടച്ചുപൂട്ടൽ. എയർ ട്രാഫിക് കൺട്രോളുകൾ, സൈന്യം, പോലീസ്, ജയിൽ എന്നിവ പ്രവർത്തിക്കും. അടച്ചുപൂട്ടലിനെ തുടർന്ന് പിരിച്ചുവിടൽ വേണ്ടിവരും എന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. US ജനപ്രതിനിധി സഭയിൽ ധനവിനിയോഗ ബില്ലുകൾ പാസ്സായിരുന്നുവെങ്കിലും സെനറ്റിൽ ബില്ലുകൾ പാസ്സാകുന്നതിനായി കുറഞ്ഞത് 7 ഡെമോക്രാറ്റ് അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണെന്നതിനാലാണ് ബില്ലുകൾ പാസ്സാകാതിരുന്നത്. 2026 തുടക്കം വരെയുള്ള ചെലവുകൾക്കായി 12ഓളം ബില്ലുകളായിരുന്നു പാസ്സാകേണ്ടിയിരുന്നത്. ബില്ലിൽ ആരോഗ്യ സേവന മേഖലയ്ക്കുള്ള ഒബാമ കെയർ സബ്സിഡികൾ ഉറപ്പാക്കണമെന്ന് ഡെമോക്രാറ്റുകൾ നിർദ്ദേശിച്ചതാണ് കല്ലുകടിയായത്. ഷട്ട്ഡൌൺ ഒഴിവാക്കാനായി തിങ്കളാഴ്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഡെമോക്രാറ്റുകളുമായി നടത്തിയ ചർച്ച ധാരണയിലെത്താതെ പിരിഞ്ഞിരുന്നു. സർക്കാർ ജീവനക്കാരുടെ പിരിച്ചുവിടൽ വേണ്ടിവരുമെന്ന് ട്രംപ് വ്യക്തമാക്കി. ജീവനോ സ്വത്തിനോ സംരക്ഷണം നൽകാത്ത സേവന രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരോട് അവധിയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മ്യൂസിയങ്ങളും സ്മാരകങ്ങളും ദേശീയ പാർക്കുകളും അടച്ചുപൂട്ടി. വിമാനങ്ങൾ വൈകുന്നതിനാൽ ഇന്നു മുതൽ യാത്രകൾ വൈകും. മെഡിക്കെയർ, US പോസ്റ്റൽ സേവനങ്ങൾ എന്നിവ തടസ്സപ്പെടും. എയർ ട്രാഫിക് കൺട്രോളർ, സീക്രട്ട് സർവീസ്, FBI, ഇമിഗ്രേഷൻ ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫീസർമാർ, ജയിൽ ജീവനക്കാർ, ഗതാഗതം, സൈനികർ, ട്രംപിന്റെ സഹായികളായ ജീവനക്കാർ എന്നിവരെല്ലാം അവശ്യ സേവനങ്ങളിൽ പെടുന്നതിനാൽ പ്രവർത്തനക്ഷമമായിരിക്കും. ട്രംപിന്റെ ആദ്യ ടൈമിൽ 2018 ഡിസംബർ മുതൽ 35 ദിവസം നീണ്ട സർക്കാർ ഷട്ട്ഡൌൺ നടന്നിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. താരിഫ് അടക്കമുള്ള വിഷയങ്ങളിൽ തർക്കം തുടരുന്നതിനിടെ മോദി ട്രംപ് കൂടിക്കാഴ്ച ഈ മാസം. ആസിയാൻ ഉച്ചകോടിയിൽ ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തും എന്നാണ് സൂചന. അതേസമയം ഡിസംബറിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കും. ഈ മാസം 26, 27 തീയതികളിലായി മലേഷ്യയിൽ നടക്കുന്ന 47ാമത് ആസിയൻ ഉച്ചകോടിയിൽ മോദി ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് വേദിയൊരുങ്ങുമെന്നാണ് സൂചന. അമേരിക്ക ഇന്ത്യയ്ക്കുമേൽ അധിക തീരുവ ചുമത്തിയതിനു ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ചയാകുമിത്. നേരത്തെ G7 ഉച്ചകോടിയിൽ കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നുവെങ്കിലും നടന്നില്ല. കൂടിക്കാഴ്ച സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക അറിയിപ്പുകൾ നൽകിയിട്ടില്ല. എങ്കിലും പ്രധാനമന്ത്രിയുമായുള്ള ഡൊണാൾഡ് ട്രംപിന്റെ കൂടിക്കാഴ്ച വൈകാതെ ഉണ്ടായേക്കുമെന്ന് അമേരിക്കൻ ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാറിലടക്കം വൈകാതെ ധാരണയുണ്ടാകുമെന്നും US വ്യക്തമാക്കിയിരുന്നു. ഡിസംബർ 5, 6 തീയതികളിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട്. 2 ദിവസത്തെ സന്ദർശനത്തിൽ നരേന്ദ്രമോദിയുമായും റഷ്യൻ പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, പ്രതിരോധം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള ചർച്ചകൾ ഉണ്ടാകും. 24 ഡൽഹി.
മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. വയനാടിന് 260 കോടി രൂപയുടെ കേന്ദ്ര സഹായം. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതാധികാര സമിതിയാണ് തുക അനുവദിച്ചത്. അതേസമയം കേന്ദ്ര സർക്കാർ അനുവദിച്ച 260.56 കോടി വയനാടിനുള്ള പ്രത്യേക സഹായമാണോ എന്ന് വ്യക്തമല്ല എന്ന് മന്ത്രി MP രാജേഷ്. കേരളത്തിനുള്ള അധിക സഹായമാണോ എന്നതിൽ സംശയമുണ്ട്. സമാനതകളില്ലാത്ത ദുരന്തത്തിൽ കേരളത്തിന്റെ ആവശ്യം പ്രത്യേക സഹായമാണ് എന്ന് മന്ത്രി പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക് ആദ്യം. ഇത് കേരളത്തിനുള്ള അധിക സഹായമാണോ എന്ന കാര്യത്തിൽ സംശയം തോന്നുന്നുണ്ട്. ഈ ദുരന്ത ലഘൂകരണ നിധിയിൽ നിന്നുള്ള സഹായം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ തന്നെ കേരളത്തിന് അവകാശപ്പെട്ടതാണോ, അതോ വയനാടിനുള്ള പ്രത്യേകമായ അധിക സഹായമാണോ എന്നുള്ളത് വ്യക്തമല്ല. നമുക്ക് ആവശ്യം എന്താ? സമാനതകളില്ലാത്തൊരു ദുരന്തമുണ്ടായപ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ള സഹായമാണ് വേണ്ടത്. അതാണോ എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടില്ല. ഇപ്പോൾ വിവരങ്ങൾ പൂർണ്ണമല്ല. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അജീഷ്, ഇതിലിപ്പോൾ മന്ത്രി ചോദിക്കുന്ന സ്വാഭാവിക സംശയമാണ്, ഇത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ദുരന്ത ലഘൂകരണ ഫണ്ടിൽ നിന്ന് അനുവദിക്കുന്ന പതിവ് തുക എന്നതാണോ, അതല്ല വയനാട് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസത്തിന് വേണ്ടി അനുവദിക്കുന്ന പ്രത്യേക സഹായമാണോ? അതിലൊരു വ്യക്തതയുണ്ടോ ഈ ഉത്തരവിൽ? വിജയകുമാർ, നിലവിൽ കേരളം ആവശ്യപ്പെട്ടിട്ടുള്ളത് വയനാട് പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഗ്രാന്റ് അനുവദിക്കണമെന്നാണ് കേരളം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് റിപ്പോർട്ടും കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന് സഹായം കിട്ടിയത് എന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് 2022 വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, അതിനൊപ്പം 2024 വയനാട് മണ്ണിടിച്ചിലും മൂലമുണ്ടായ സംഭവങ്ങൾക്കും അതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും പദ്ധതികൾക്കുമായിട്ടാണ് ഈ 260.56 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. പക്ഷേ കേരളത്തിലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൃത്തങ്ങളിൽ നിന്ന് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അത് ആ വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഗ്രാന്റ് ആവശ്യപ്പെട്ടത്. ആ ഗ്രാന്റ് ആയിരിക്കും ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് എന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നത്. കേരളത്തിന് മാത്രമല്ല 9 സംസ്ഥാനങ്ങൾക്കാണ് ഈ ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ അസം അടക്കമുള്ള സംസ്ഥാനങ്ങളുണ്ട്. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി 4645 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. അമിത്ഷായ്ക്കൊപ്പം ഈ ധനമന്ത്രിയും ഒപ്പം തന്നെ കൃഷിമന്ത്രിയും ശിവരാജ് സിംഗ് ചൗഹാൻ അടക്കം നീതി ആയോഗ് വൈസ് ചെയർമാൻ അടക്കം ഈ ഉന്നതാധികാര സമിതിയിൽ ഇന്ന് ഉണ്ടായിരുന്നു. അവർ യോഗം ചേർന്നതിന് ശേഷമാണ് ഈ സംസ്ഥാനങ്ങളുടെ അഭ്യർത്ഥന അത് വിലയിരുത്തിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തുക അനുവദിച്ചിട്ടുള്ളത് എന്നാണ് ഈ വാർത്താക്കുറിപ്പിൽ എടുത്തു പറയുന്നത്. എന്തായാലും ഇതിലൊരു അവ്യക്തത ഇപ്പോഴും തുടരുകയാണ്. ഇനി ഈ കേന്ദ്രവുമായി സംസാരിച്ച് അതിലൊരു വ്യക്തത വരുത്തണം എന്നാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. എന്തായാലും ഈ കേന്ദ്രത്തിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് 2022 വെള്ളപ്പൊക്കം, അതിനോടനുബന്ധിച്ച് നടന്ന മണ്ണിടിച്ചൽ സംഭവങ്ങൾ, അതിന് കൂടാതെ വയനാട് ദുരന്തം, ഇതിനാണ് ഈ പണം അനുവദിച്ചിട്ടുള്ളത് എന്നതാണ്. കേരളം ആവശ്യപ്പെട്ടിരുന്നത് ഏതാണ്ട് 2200 കോടിയിലധികം രൂപയുടെ ഒരു പ്രത്യേക പാക്കേജാണ്. 260 കോടിയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. അത് ഏത് അക്കൗണ്ടിലാണ് എന്നതിലൊരു ആശയക്കുഴപ്പമുണ്ട്. നേരത്തെ മന്ത്രി MP രാജേഷ് സൂചിപ്പിച്ചതുപോലെ അത് പതിവ് കേരളത്തിന് കിട്ടേണ്ട ഈ ദുരന്ത ലഘൂകരണ ഫണ്ടിൽ നിന്നുള്ള പതിവ് പണമാണോ, അതല്ല വയനാടിന് മാത്രമായി നൽകുന്നതാണോ എന്നതിലൊരു അവ്യക്തതയുണ്ട്. അത് ഉദ്യോഗസ്ഥർ സംസാരിച്ച് തീർക്കുമെന്ന് നമുക്ക് കരുതാം. കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിജയുടെ സംസ്ഥാന പര്യടനം 2 ആഴ്ചത്തേക്ക് മാറ്റി. ദുരന്തത്തിൽ തന്റെ നേതൃത്വത്തിൽ ഗൂഢാലോചനയുണ്ടായി എന്ന തമിഴക വെട്രിക്കഴകത്തിന്റെ വാദം MLA-യും DMK നേതാവുമായ സെന്തിൽ ബാലാജി തള്ളി. ദുരന്തത്തിന് പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയ് തയ്യാറായില്ല എന്ന് റിപ്പോർട്ടുകളുണ്ട്. കരൂർ ദുരന്തത്തിന് പിന്നാലെയാണ് റാണിപ്പെട്ട് ഉൾപ്പെടെ ഇനി നടക്കാനിരിക്കുന്ന 4 റാലി TVK മാറ്റിവെച്ചത്. ദുരന്തത്തിൽ അഗാധമായ ദുഃഖമുണ്ടെന്ന് TVK അറിയിച്ചു. ഇതിനിടെ തനിക്കെതിരെയുള്ള TVK ആരോപണം DMK നേതാവ് സെന്തിൽ ബാലാജി തള്ളി. വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടാണ് സെന്തിൽ ബാലാജിയുടെ മറുപടി. പോലീസ് നിർദ്ദേശങ്ങൾ വിജയും പ്രവർത്തകരും ലംഘിക്കുന്നതാണ് വീഡിയോ. ജനറേറ്റർ റൂമിൽ പോയി யார் ஆஃப் பண்ணிருப்பா? அந்த இடங்கள்ல நடக்கக்கூடிய இடங்கள்ல அப்படி இருக்கக்கூடிய ஒரு 10,000 பேரோ இல்ல 15,000 பேரோ 20,000 பேரோ 25,000 பேரோ இருக்கட்டும், அவ்வளவு பெரிய கூட்டங்களுக்குள்ள போய் நீங்க சொல்ற மாதிரி ஒருத்தரோ 5 പേരോ 10 പേരോ പോയി അത് மாதிரி ഒരു അസാധാരണ സൂழ்நிலை ഉരുവാക്ക முடியுமா? അപകടശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പലതവണ വിജയെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും വിജയ് സംസാരിക്കാൻ തയ്യാറായില്ല എന്ന് റിപ്പോർട്ടുണ്ട്. നേരത്തെ രാഹുൽ ഗാന്ധിയുമായി വിജയ് സംസാരിച്ചിരുന്നു. TVK ജനറൽ സെക്രട്ടറി N ആനന്ദിനെ ഉടൻ പിടികൂടാനുള്ള നീക്കത്തിന്റെ ഭാഗമായി 3 പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് അന്വേഷണം തുടങ്ങി. 24 ചെന്നൈ.
ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ അധ്യക്ഷൻ മൊഹിസിൻ നഖ്വിക്കെതിരെ നിലപാട് കടുപ്പിച്ച് BCCI. നഖ്വിയെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഇംപീച്ച് ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. അതിനിടെ നഖ്വി ട്രോഫി UAE ക്രിക്കറ്റ് ബോർഡിന് കൈമാറി എന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. ഏഷ്യ കപ്പ് ജേതാക്കളായ ഇന്ത്യൻ ടീമിനുള്ള ട്രോഫിയും മെഡലുകളും നൽകാതെ മുങ്ങുകയായിരുന്നു ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ അധ്യക്ഷൻ മൊഹസിൻ നഖ്വി. പഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി കൂടിയായ നഖ്വിയിൽ നിന്ന് ട്രോഫി സ്വീകരിക്കില്ലെന്ന BCCI നിലപാടിൽ പ്രകോപിതനായിട്ടായിരുന്നു ഈ നടപടി. ഇന്നലെ നടന്ന ACC യോഗത്തിൽ കടുത്ത പ്രതിഷേധമറിയിച്ച BCCI അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നഖ്വിയെ പുറത്താക്കാനുള്ള നീക്കവും തുടങ്ങിക്കഴിഞ്ഞു. ട്രോഫി നൽകാതെ സ്വന്തം റൂമിലേക്ക് കൊണ്ടുപോയ നഖ്വിയുടെ നടപടി ഏഷ്യൻ ക്രിക്കറ്റിന് നാണക്കേടായെന്നും ഇത് ചട്ടങ്ങളുടെ ലംഘനവുമെന്നാണ് BCCI നിലപാട്. BCCIക്ക് ACCയിലെ ഭൂരിഭാഗം അംഗങ്ങളുടെയും പിന്തുണയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. നടപടി പേടിച്ച് കടുംപിടുത്തത്തിൽ നിന്ന് നഖ്വി അയഞ്ഞെന്നും വിവരങ്ങൾ പുറത്തുവരുന്നു. ട്രോഫി UAE ക്രിക്കറ്റ് ബോർഡിന് കൈമാറിയെന്നാണ് വിവരം. ട്രോഫി താൻ തന്നെ കൊടുക്കുമെന്നും ഇന്ത്യൻ ക്യാപ്റ്റൻ ഓഫീസിലെത്തി കൈപ്പറ്റണമെന്നുമായിരുന്നു നഖ്വിയുടെ ആദ്യ നിലപാട്. സ്പോർട്സ് ഡെസ്ക് 24. ഓർത്തവർക്കും സ്നേഹിച്ചവർക്കും നന്ദി പറഞ്ഞ് മലയാളത്തിന്റെ പ്രിയതാരം മമ്മൂട്ടി വീണ്ടും ക്യാമറയ്ക്ക് മുന്നിൽ. ഹൈദരാബാദിൽ മഹേഷ് നാരായണൻ ചിത്രം പേട്രിയറ്റിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ് മമ്മൂട്ടി എത്തിയത്. 250 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സിനിമ ആസ്വാദകർക്ക് ആവേശമായി മെഗാസ്റ്റാറിന്റെ തിരിച്ചുവരവ്. ദിവസം നീണ്ട കാത്തിരിപ്പ് ഒടുവിൽ മലയാളത്തിന്റെ മഹാനടൻ ക്യാമറയ്ക്ക് മുന്നിലേക്ക് മടങ്ങിയെത്തി. പാട്രിയറ്റ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി ഹൈദരാബാദിലെ ബസ് ഭവനിലേക്ക് നിറഞ്ഞ ചിരിയുമായാണ് മമ്മൂട്ടി എത്തിയത്. പ്രാർത്ഥനകൾക്കെല്ലാം ഫലം കണ്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എത്ര സ്നേഹത്തിൻ്റെ പ്രാർത്ഥനകളല്ലേ, അത് ഫലം കിട്ടുമെന്ന് തന്നെയാണ് എനിക്കത്. സന്തോഷം എല്ലാവർക്കും. നന്ദി ഓർത്തവർക്കും സ്നേഹിച്ചവർക്കും. മടങ്ങിവരവിന്റെ ആവേശം അത്രയും അദ്ദേഹത്തിന്റെ ചലനങ്ങളിൽ പ്രകടം. ഞങ്ങളെല്ലാവരും ഭയങ്കര നമ്മുടെ മുഖത്തുനിന്ന് അറിയാമല്ലോ, അത്രയ്ക്ക് സന്തോഷത്തിലല്ല. എൻ്റെ സിനിമാ ലോകം മുഴുവൻ ഭയങ്കര ആവേശത്തിലാണ്. എല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം. അതാണ്. ഇതേ സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് അസുഖബാധിതനായി താരത്തിന് ഇടവേള എടുക്കേണ്ടി വന്നത്. ഷൂട്ടിംഗ് എന്തായാലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഒരു 45-50 ദിവസത്തോളം ഞങ്ങളോട് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം കുറച്ച് ബ്രേക്ക് എടുത്ത് ഇവിടെ ഒരു 6 ദിവസം, അത് കഴിഞ്ഞാൽ UK ഷിഫ്റ്റ് ചെയ്യും. മോഹൻലാൽ, ഫഹദ് ഫാസിൽ, നയൻതാര തുടങ്ങി വൻ താരനിര അടങ്ങുന്നതാണ് ചിത്രം. നാളെ സിനിമയുടെ ടീസർ പുറത്തിറങ്ങും. വിവിധ ഭാഷകളിൽ പ്രമുഖർ ചേർന്നാണ് ടീസർ പുറത്തിറക്കുക. ഹൈദരാബാദിലെ ഷെഡ്യൂളിന് ശേഷം വിദേശത്തും ചിത്രീകരണമുണ്ട്. തനിക്കായി കാത്തിരിക്കുന്ന അനേകം കഥാപാത്രങ്ങൾക്കായി നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ദാ മടങ്ങിയെത്തിയിരിക്കുന്നു. ഹൈദരാബാദിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ച ജനകീയ പ്രഖ്യാപനങ്ങൾക്കൊരുങ്ങി സംസ്ഥാന സർക്കാർ. ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി ഉയർത്തിയേക്കും. പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് അഷ്വേർഡ് പെൻഷൻ സ്കീം നടപ്പിലാക്കും. സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശികയിൽ 1 ഗഡു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് അനുവദിക്കും. ശമ്പള പരിഷ്കരണത്തിനുള്ള നടപടികളും ഉണ്ടാകും എന്നാണ് വിവരം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭക്ഷ്യക്കിറ്റായിരുന്നെങ്കിൽ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ജനങ്ങളുടെ കേസ് നിറക്കിലാണ് LDFന്റെ തുറപ്പുചീട്ട്. ജനകീയ പ്രഖ്യാപനങ്ങളിലൂടെ 3ാം തുടർഭരണമെന്ന ചരിത്ര നേട്ടം എത്തിപ്പിടിക്കാവുന്ന പ്രതീക്ഷയിലാണ് സർക്കാരിന്റെ നീക്കങ്ങൾ. സാമൂഹ്യക്ഷേമ പെൻഷനുകൾ 2500 രൂപ ആക്കുമെന്നതാണ് LDFന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം. നിലവിൽ 1600 രൂപയിൽ നിൽക്കുകയാണ് ക്ഷേമ പെൻഷൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് 400 രൂപ വർദ്ധിപ്പിച്ച് 2000 രൂപയാക്കാനാണ് ധനവകുപ്പിന്റെ നിർദ്ദേശം. മുഖ്യമന്ത്രിയും ധനമന്ത്രിയും CPIM സംസ്ഥാന സെക്രട്ടറിയും തമ്മിലുള്ള ചർച്ചകളിലായിരിക്കും എത്ര രൂപ വർദ്ധിപ്പിക്കണമെന്നതിൽ അന്തിമ തീരുമാനമാകുക. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പെൻഷൻ 2500 രൂപയാക്കുക എന്ന പ്രകടനപത്രികയിലെ വാഗ്ദാനം നടപ്പിലാക്കുന്ന കാര്യവും ധനവകുപ്പ് പരിഗണിക്കുന്നുണ്ട്. ആദ്യഘട്ട വർധനവ് ഒക്ടോബറിൽ തന്നെ പ്രഖ്യാപിക്കും. നവംബർ മാസത്തിലോ ഡിസംബർ മാസത്തിലോ വർദ്ധിപ്പിച്ച പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ കൈകളിലെത്തിക്കാനാണ് തീരുമാനം. സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശികയിൽ 1 ഗഡുവും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് നൽകും. 4% DA അനുവദിക്കുന്നതാണ് പരിഗണനയിലുള്ളത്. സർക്കാർ ജീവനക്കാർക്ക് കുടിശ്ശികയായി കിടക്കുന്ന ആനുകൂല്യങ്ങൾ നൽകുന്നത് സംബന്ധിച്ച പ്രഖ്യാപനവും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടാകും. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക എന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനവും നടപ്പിലാക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. പങ്കാളിത്ത പെൻഷന് പകരം ബജറ്റിൽ പ്രഖ്യാപിച്ച അഷ്വേർഡ് പെൻഷൻ സ്കീം നടപ്പിലാക്കും. ഇത് സംബന്ധിച്ച പ്രഖ്യാപനവും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉണ്ടാകും. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച പ്രഖ്യാപനവും ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. ശമ്പള പരിഷ്കരണ കമ്മീഷനെയോ സെക്രട്ടറി തല കമ്മിറ്റിയോ നിയോഗിക്കുന്നതാണ് ധനവകുപ്പിന്റെ പരിഗണനയിലുള്ളത്. ശമ്പള പരിഷ്കരണ കമ്മീഷണർ വേണമെന്ന നിർബന്ധത്തിലാണ് CPIMന്റെ സർവീസ് സംഘടനകൾ. ഈ ആവശ്യമുന്നയിച്ച് സർവീസ് സംഘടനകൾ പാർട്ടി നേതൃത്വത്തെ സമീപിച്ചിട്ടുമുണ്ട്.
നവംബറോടെ പ്രഖ്യാപിച്ച് ഫെബ്രുവരിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്ന തരത്തിലാണ് ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ പ്രഖ്യാപനം ക്രമീകരിച്ചിരിക്കുന്നത്. മറ്റ് ചെലവുകളെല്ലാം മാറ്റിവെച്ച് തിരഞ്ഞെടുപ്പ് വർഷത്തിൽ ക്ഷേമ പ്രവർത്തനങ്ങളിൽ വൻ നിക്ഷേപം നടത്താനാണ് സർക്കാരിന്റെ നീക്കം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്ഷേമപ്രവർത്തനങ്ങൾ ലഭിച്ച വലിയ അംഗീകാരമാണ് ഈ ദിശയിൽ ചിന്തിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത്, 24. അതേസമയം കനത്ത തോൽവി നേരിടേണ്ടി വരുമെന്ന വിഭ്രാന്തിയാണ് സർക്കാരിനെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വിമർശിച്ചു. 1 ലക്ഷം കോടിയോളം രൂപ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അധ്യാപകർ കൂടി കൊടുക്കാൻ കുടിശ്ശികയുണ്ട്. നിരവധി കാര്യങ്ങളുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടു, 2026 തോൽവി, അതിനെക്കുറിച്ച് ഏറ്റവും ബോധ്യമുള്ളത് ഈ ഗവൺമെന്റിന്റെ നേതൃത്വത്തിലിരിക്കുന്നവർ. ആ കനത്ത തോൽവിയെ ഭയന്നുള്ളൊരു വിഭ്രാന്തിയാണ് ഇപ്പൊ കാണിക്കുന്നത്. ഇപ്പൊ കേരളത്തെ രക്ഷിക്കാനുള്ള കോൺക്ലേവ്, അയ്യപ്പ സംഗമം, വികസന പ്ലാൻ, മാസ്റ്റർ പ്ലാൻ, ഇങ്ങനെ കുറേ തട്ടിപ്പ് പരിപാടികളുമായിട്ട് ഞാൻ ചോദിക്കട്ടെ, തൊലിക്കട്ടിയുണ്ടോ? കശുവണ്ടി കോൺക്ലേവ് നടത്തുക. 99% കശുവണ്ടി കമ്പനികൾ അടച്ചുപൂട്ടിക്കിടക്കാണ്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ക്ഷാമബത്ത 3% വർദ്ധിപ്പിച്ചു. തീരുമാനം കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചു. 2025 ജൂലൈ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെയായിരിക്കും വർധനവ് നടപ്പിലാക്കുക. ഈ മാസത്തെ ശമ്പളത്തിനൊപ്പം കുടിശ്ശിക തുകയും ചേർത്ത് നൽകും. 7ാം ശമ്പള കമ്മീഷന്റെ അവസാനത്തെ വർധനവ് കൂടിയാണിത്. 57 പുതിയ കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കും കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. 17 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി സ്കൂളുകൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. हमारे सभी केंद्रीय कर्मचारियों को, पेंशनर्स को बधाई। आज से 1/7/2025 से डीए और डियरनेस रिलीफ 58% हो जाएगा, यानी 3% बढ़ा। बहुत ही बड़ी अच्छी बढ़ोतरी है ये, और करीब 49 लाख एम्प्लॉयज़ और 69 लाख पेंशनर्स को इसका सीधा लाभ मिलेगा। देश भर में बहुत ही अच्छा इसका इम्पैक्ट रहेगा। साथ ही साथ जो जैसा होता है केंद्र सरकार के बढ़ाने के बाद में राज्य सरकार के एम्प्लॉयज़ को भी इसका सीधा बेनिफिट मिलता है। ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം ബംഗളൂരുവിലേക്ക്. 2019 കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ബംഗളൂരുവിലെ ക്ഷേത്രത്തിൽ പ്രദർശിപ്പിച്ചു എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി, സുഹൃത്തുക്കൾ, വ്യവസായികളായ 2 പേർ എന്നിവരെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തും. 2019 അറ്റകുറ്റപ്പണിക്കായി ഇളക്കിയ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തിച്ചെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. ക്ഷേത്രത്തിൽ സ്വർണ്ണപ്പാളി പ്രദർശിപ്പിക്കുകയും ഭക്തരെ കൂട്ടി പൂജകളും നടത്തി. ഇതിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്നും വിജിലൻസ് സംശയിക്കുന്നുണ്ട്. 2019 കൊണ്ടുപോയ സ്വർണ്ണപ്പാളി 40 ദിവസത്തിന് ശേഷമാണ് തിരികെ സ്ഥാപിച്ചത്. ശബരിമലയിൽ എത്തിച്ചത് യഥാർത്ഥ സ്വർണ്ണപ്പാളി തന്നെയോ എന്ന കാര്യത്തിലും വിശദാന്വേഷണം നടത്തും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സുഹൃത്തുക്കളായ 2 വ്യവസായികളെയും കേന്ദ്രീകരിച്ചാണ് നിലവിലെ അന്വേഷണം. 2 ദിവസത്തിനുള്ളിൽ ദേവസ്വം വിജിലൻസ് ബംഗളൂരുവിലേക്ക് പോകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യും. ഇതിനിടെ ദ്വാരപാലക ശില്പത്തിലെ ആവരണത്തിന്റെ അറ്റകുറ്റപ്പണിക്കുള്ള 2019 ദേവസ്വം ബോർഡ് ഉത്തരവ് 24 ലഭിച്ചു. ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞിട്ടുള്ള ചെമ്പുപാളികൾ അറ്റകുറ്റപ്പണി നടത്തി സ്വർണം പൂശാനാണ് ഉത്തരവ്. 1999 ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ സ്വർണം പൂശിയിരുന്നു. 24 തിരുവനന്തപുരം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും. ആഗോള അയ്യപ്പ സംഗമ സമയത്തെ വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ ആരോപിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ ബിനാമി എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. ആഗോള അയ്യപ്പ സംഗമ സമയത്തുണ്ടായ വിവാദം പരിപാടിയുടെ ശോഭ കെടുത്താൻ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണെന്ന സംശയമാണ് സർക്കാരിന്. ഹൈക്കോടതിയിൽ സമഗ്രാന്വേഷണം ആവശ്യപ്പെടാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കണമെങ്കിൽ ഇതിനെല്ലാം സംബന്ധിച്ചൊരു സമഗ്രമായ അന്വേഷണം വേണം. 99 മുതൽ ഇപ്പോൾ 2025 വരെയുള്ള കാര്യങ്ങൾ ഈ അന്വേഷണ പരിധിയിൽ വരട്ടെ. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്നും സ്പോൺസറെ കുറിച്ച് അന്വേഷിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പിന്നെ ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? എന്താണ് ഈ സ്പോൺസർക്ക് ഉള്ള പ്രത്യേകത? എല്ലാ ദേവസ്വം ബോർഡുകളിലുള്ള സ്പോൺസർമാരെ കുറിച്ച് കൂടി അന്വേഷിക്കണം. അതേസമയം വിവാദങ്ങളിൽ വിശദീകരണവുമായി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ. പത്മകുമാർ രംഗത്തെത്തി. ദേവസ്വം മാനുവൽ ലംഘിച്ചുവെന്ന ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ കെ. അനന്തഗോപന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് എ. പത്മകുമാർ പറഞ്ഞു. അന്നത്തെ ബോർഡിന്റെ തീരുമാനം, എൻ്റെ കൈപ്പടയിൽ എഴുതിയ തീരുമാനം അവിടെ നന്നായിട്ട് കിടപ്പുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് അന്വേഷിക്കട്ടെ, അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കട്ടെ. മുൻ ദേവസ്വം മന്ത്രി ജി. സുധാകരന്റെ പരാമർശത്തെ പരോക്ഷമായി പത്മകുമാർ വിമർശിച്ചു.
24 പത്തനംതിട്ട. RSS പ്രത്യയശാസ്ത്രത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. RSS ശതാബ്ദി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. RSSന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക സ്മാരക തപാൽ സ്റ്റാമ്പും നാണയവും പ്രധാനമന്ത്രി പുറത്തിറക്കി. സ്റ്റാമ്പും നാണയവും പുറത്തിറക്കിയതിൽ വിമർശനവുമായി CPM പോളിറ്റ് ബ്യൂറോ. 100 വർഷം മുമ്പ് ദസറ ദിനത്തിൽ RSS സ്ഥാപിതമായത് വെറും യാദൃശ്ചികതയല്ല, ആയിരക്കണക്കിന് വർഷങ്ങളായി തുടരുന്ന പാരമ്പര്യത്തിന്റെ പുനരുദ്ധാരണമായിരുന്നു അതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. RSSന്റെ ശതാബ്ദിക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയുന്നത് ഭാഗ്യം. RSSന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക സ്മാരക തപാൽ സ്റ്റാമ്പും നാണയവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കി. രാഷ്ട്രചിഹ്നത്തിന് മറുവശത്തായി ഭാരതാംബയുടെ ചിത്രം ആലേഖനം ചെയ്തതാണ് 100 രൂപ നാണയം. RSSന്റെ മുദ്രാവാക്യവും നാണയത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാണയവും സ്റ്റാമ്പും RSS രാഷ്ട്രത്തിന് നൽകിയ സംഭാവനകളെ എടുത്തു കാണിക്കുന്നതാണെന്നും ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഭാരതമാതാവിന്റെ ചിത്രം ഒരു നാണയത്തിൽ ആലേഖനം ചെയ്യുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. RSS സർക്കാര്യവാഹക് ദത്തത്രേയ ഹൊസബലെ, കേന്ദ്ര സാംസ്കാരിക മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. 24 ഡൽഹി. വിജയദശമി ദിനത്തിൽ RSSന്റെ ഗണവേഷം ധരിച്ച് മുൻ DGP ജേക്കബ് തോമസ്. എറണാകുളം പള്ളിക്കരയിൽ നടന്ന RSS പദസഞ്ചലനത്തിലാണ് ഗണവേഷം ധരിച്ചെത്തിയ മുൻ DGP അധ്യക്ഷനായത്. RSSന് ജാതിയും മതവും ഇല്ലെന്നും കാലോചിതമായ ശക്തി കൊണ്ടുള്ള രാഷ്ട്ര നിർമ്മാണമാണ് RSSന്റെ ലക്ഷ്യമെന്നും ജേക്കബ് തോമസ് പറഞ്ഞു. ഭക്തി നിർവൃതിയിൽ കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം. ആയിരക്കണക്കിന് ആളുകളാണ് മഹാനവമി നാളിൽ ദർശനം തേടി കൊല്ലൂരിലെത്തിയത്. വിജയദശമി ദിനമായ നാളെ പുലർച്ചെ മുതൽ വിദ്യാരംഭ ചടങ്ങുകൾ നടക്കും. നവരാത്രി കാലം കൊല്ലൂർ മൂകാംബിക സന്നിധിയിൽ ഭക്തർ നിറയുന്ന കാലമാണ്. ക്ഷേത്രം കർണാടകത്തിലാണെങ്കിലും ദർശന പുണ്യം തേടിയെത്തുന്നതേറെയും മലയാളികളാണ്. കാലത്തുഷപ്പൂജയോടെ ഇന്നത്തെ മഹാനവമി ചടങ്ങുകൾ തുടങ്ങി. വിശേഷാൽ പൂജകളും ചണ്ഡികാ ഹോമവും കഴിഞ്ഞ് മഹാനവമി ദിനത്തിലെ സവിശേഷ ചടങ്ങ് തുടങ്ങി. രഥോത്സവം. പുഷ്പരഥത്തിൽ മൂകാംബിക അമ്മയുടെ വിഗ്രഹം എഴുന്നള്ളിക്കുന്നതാണ് ഈ പ്രത്യേക ചടങ്ങ്. ആചാരവിധിപ്രകാരം തേരിൽ അമ്മയെ എഴുന്നള്ളിക്കും. ഭക്തർ തേര് വലിച്ചു നീങ്ങും. അതോടെ ഭക്തസഹസ്രങ്ങൾ ഭക്തിപ്രഹർഷത്തിലാകും. നാളെ വിജയദശമി നാളിൽ പുലർച്ചെ തുടങ്ങുകയാണ് വിദ്യാരംഭം. അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കാൻ ആയിരക്കണക്കിന് കുരുന്നുകൾ ഇവിടെ എത്തും. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ശ്രീ മൂകാംബിക ദേവസ്വം ട്രസ്റ്റി PC അഭിലാഷ് 24നോട് പറഞ്ഞു. നാളെ വിജയദശമി ദിവസത്തിൽ നാളെ 3 മണിക്ക് ക്ഷേത്രം നട തുറന്നതിന് ശേഷം വിദ്യാരംഭത്തിനുള്ള സ്റ്റാർട്ട് ചെയ്യും വിദ്യാരംഭം. ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ ജാതി മതം ഒന്നുമില്ലാത്തൊരു ക്ഷേത്രമാണ്. മഹാനവമി വിജയദശമി നാളുകളിൽ മൂകാംബിക സന്നിധിയിലെത്തിയാൽ പുണ്യമേറെയെന്നാണ് വിശ്വാസികൾക്കിടയിലെ പഴമൊഴി. മാറ്റമില്ലാതെ ആ പഴയ മൊഴി ഇപ്പോഴും തുടരുകയാണ്. വലിയ ജനത്തിരക്കോടെ. ക്യാമറമാൻ അനൂപ് എസ് നായർക്കൊപ്പം കൊല്ലൂർ മൂകാംബിക സന്നിധിയിൽ നിന്നും ദീപക് ധർമ്മടം 24. സംസ്ഥാനത്ത് നവരാത്രി ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബൊമ്മക്കൊലു ഒരുക്കുക പതിവാണ്. 110 വർഷം പഴക്കമുള്ള ബൊമ്മകൾ ഉൾപ്പെടെ 7400 ശില്പങ്ങൾ അടങ്ങിയ ബൊമ്മക്കൊലു ഒരുക്കിയിരിക്കുകയാണ് തിരുവനന്തപുരം പേട്ട സ്വദേശി കുട്ടുവീര ശൈവ. ബൊമ്മക്കൊലു കാണാൻ പേട്ടയിലെ ശക്തികൃപ എന്ന വീട്ടിലേക്ക് ആളുകളുടെ ഒഴുക്കാണ്. നവരാത്രി ആഘോഷമെന്നാൽ ഉത്തരേന്ത്യയിൽ ദസറയും കാളിപൂജയും ഒക്കെയാണ്. ബൊമ്മക്കൊലു ഒരുക്കൽ ദക്ഷിണേന്ത്യക്കാരുടെ പ്രത്യേകതയാണ്. കേരളത്തിൽ സരസ്വതി പൂജയ്ക്കാണ് പ്രാധാന്യമെങ്കിലും ബൊമ്മക്കൊലു ഒരുക്കാറുണ്ട്. പേട്ട മേലാംകോട് ഇശക്കിയമ്മൻ ക്ഷേത്രത്തിലെ മുഖ്യ കാര്യദർശി കുട്ടു വീരശൈവയുടെ ഗുരുകൃപ എന്ന വീട്ടിലാണ് കണ്ണിനും മനസ്സിനും വിസ്മയം ഒരുക്കുന്ന ഈ ബൊമ്മക്കൊലു. വീടിന്റെ കവാടത്തിലും കാർപോർച്ചിലും ഹാളിലും ഭക്ഷണമേശയിലുമെല്ലാം ബൊമ്മകളെ ക്രമീകരിച്ചിട്ടുണ്ട്. മൺബൊമ്മകൾക്ക് പുറമെ പഞ്ചലോഹം, പിത്തള,
ചെമ്പ് എന്നിവയിലുള്ളവയും കൂട്ടത്തിലുണ്ട്. ഒരുപോലത്തെ വിഗ്രഹം വേറെ ഉണ്ടാവത്തില്ല. പിന്നെ മാക്സിമം തീം കൊണ്ടുവരാറുണ്ട്. ഇന്ന് 7400 ബൊമ്മയിൽ വന്ന് നിൽക്കുകയാണ്. തിരുവനന്തപുരത്ത് ഒരുക്കുന്നത് നമ്മുടെ വെള്ളിക്കുതിരയൊക്കെ വരുന്നതാണ് നമുക്ക് നവരാത്രി സ്റ്റാർട്ടിങ്. അന്ന് തൊട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരുക്കുന്ന 4 ഓണം തൊട്ട് മഹാലയ അമാവാസ്യ വരെ ഏതാണ്ട് 14-15 ദിവസം നമുക്ക് ഈ വീട് ഒരുക്കാനായിട്ട് വേണം. 4 തലമുറകളായി കൈമാറി വന്ന ബൊമ്മകളും 10 വയസ്സു മുതൽ ശേഖരിച്ചവയും ഇക്കൂട്ടത്തിലുണ്ട്. 110 വർഷം പഴക്കമുള്ള ഗണപതിയുടെയും ചോറ്റാനിക്കര അമ്മയുടെയും ശില്പങ്ങളും ഇതിലുണ്ട്. ബ്രാസ് ഉണ്ട്, പഞ്ചലോഹം, ചെമ്പ്, വെള്ളി ഇത്രയും ഉൾപ്പെടുത്തിയിട്ടുള്ള ബ്രാസ് ഗോലുമായിട്ട് ചെയ്തിട്ട് പിന്നെ ആൻറ്റിക് പീസായിട്ടുള്ള വീട്ടിൽ പഴയ കാലത്തുണ്ടായിരുന്ന പോട്ടുപാത്രങ്ങൾ അതെല്ലാം കുറച്ച് അടങ്ങുന്ന ആ ഷെൽഫിൽ അടങ്ങുന്ന രീതിയിൽ മാക്സിമം മിനിയേച്ചേഴ്സ് എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. രക്തചന്ദനത്തിൽ ചെയ്തെടുക്കുന്ന മരപ്പാച്ചിയും കുംഭവും ബൊമ്മക്കൊലുവിലുണ്ട്. ഗുരുപരമ്പര, വൈഷ്ണവലോകം, ഗണപതി അമ്പാൾ ശേഖരം, കൽവി മണ്ഡപം, കുലദേവത, അലങ്കാര മണ്ഡപം, ലോഹത്തിലുള്ള ചെറുരൂപങ്ങൾ, ലോഹത്തിലുള്ള ഗോലു, പഴയ പിത്തളപാത്രങ്ങൾ എന്നിവയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 12 രാശികൾ, 18 സിദ്ധന്മാർ, 108 ഗണപതി എന്നിവ കൂടുതൽ ആകർഷകമാക്കുന്നു. തിരുവനന്തപുരം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ വേദിയിൽ ഇരുത്തി പുകഴ്ത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും ദേവസ്വം മന്ത്രി VN വാസവനും. 30 വർഷം തുടർച്ചയായി ഒരു സംഘടനയെ നയിക്കുക എന്നത് ചെറിയ കാര്യമല്ല എന്ന് ഗവർണർ പറഞ്ഞു. പകരക്കാരനില്ലാത്ത അമരക്കാരനാണ് വെള്ളാപ്പള്ളി എന്നായിരുന്നു മന്ത്രി VN വാസവന്റെ പരാമർശം. SNDP യോഗം ശിവഗിരി യൂണിയൻ മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് ഗവർണറും ദേവസ്വം മന്ത്രിയും വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തിയത്. 30 വർഷം തുടർച്ചയായ ഒരു സംഘടനയെ നയിക്കുക എന്നത് ചെറിയ കാര്യമല്ല. എല്ലാവരും ഒന്നിച്ചു നിൽക്കുകയും പ്രയത്നിക്കുകയും ചെയ്താൽ വിജയമുണ്ടാകുമെന്നും വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള നേതൃത്വം കേരളത്തിലുള്ളതിൽ അഭിമാനിക്കുന്നുവെന്നും ഗവർണർ പറഞ്ഞു. 30 years of long service, long. I pray to the God, Lord Shiva, and particularly Sri Narayan Guru, that Sri Nakeshan ji be blessed with long life and healthy life to serve all of us here. കുത്തഴിഞ്ഞ പുസ്തകം ചിട്ടയായി വെള്ളാപ്പള്ളി മാറ്റിയെടുത്തു. പകരക്കാരനില്ലാത്ത അമരക്കാരനാണ്. ഇങ്ങനെ ഒരു ജനറൽ സെക്രട്ടറി മറ്റൊരു സംഘടനയ്ക്കും കാണില്ലെന്ന് മന്ത്രി VN വാസവൻ. പുസ്തകം കുത്തിക്കെട്ടി കൃത്യമായി എല്ലാവർക്കും വായിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ചിട്ടയാക്കി മാറ്റിയെടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പകരക്കാരില്ലാത്ത അമരക്കാരൻ എന്നെല്ലാവരും വിശേഷിപ്പിക്കും. നല്ല വാക്കു പറഞ്ഞതിൽ സന്തോഷമെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ ഒരുപാട് മോശം വാക്കുകൾ പറഞ്ഞ ഇടമാണ് വർക്കലയെന്ന് പ്രതികരിച്ചു. തിരുവനന്തപുരം. തൃശൂരിൽ മൺപാത്ര നിർമ്മാണ യൂണിറ്റ് ഉടമയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ കളിമൺ പാത്ര നിർമ്മാണ വിതരണ വികസന കോർപ്പറേഷൻ ചെയർമാൻ കുട്ടമണി KL വിജിലൻസിന്റെ പിടിയിലായി. ഒരു മൺപാത്രത്തിന് 3 രൂപ വെച്ച് 25,000 രൂപയാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത്. കുട്ടമണിയെ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ മന്ത്രി OR കേളു നിർദ്ദേശം നൽകി. പരാതിക്കാരനായ ചിറ്റശ്ശേരി സ്വദേശി വൈശാഖനും തൃശൂർ വിജിലൻസ് സംഘവും വിദഗ്ധമായാണ് കുട്ടമണിയെ വലയിലാക്കിയത്. 5372 കളിമൺ പാത്രങ്ങൾ ഇറക്കുന്നതിന് ഒരു പാത്രത്തിന് 3 രൂപ വെച്ച് കമ്മീഷൻ വേണമെന്നായിരുന്നു കുട്ടമണിയുടെ ആവശ്യം. ഒരു ചെടിച്ചട്ടിക്ക് 95 രൂപ എന്ന നിരക്കാണ് കണക്കാക്കിയിരുന്നത്. വളാഞ്ചേരി കൃഷിഭവന് കീഴിൽ വിതരണം ചെയ്യാനായിരുന്നു ചെടിച്ചട്ടികൾ. തൃശൂർ ചിറ്റശ്ശേരി കളിമൺ പാത്ര നിർമ്മാണ യൂണിറ്റ് ഉടമ വൈശാഖനോടാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടത്. ഞങ്ങളൊരു 8 ആളുണ്ട്. ആ 8 ഗ്രൂപ്പിൽ 9ാമത്തെ ആളായിട്ട് തന്നെ ഏഡ് ചെയ്യാം. ഈ ഒരു ചട്ടിക്ക് 3 റുപ്യ വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടാണ് സാറ് കോൺടാക്ട് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ സാറേ, അങ്ങനെ വെച്ചാൽ ഞാൻ ഒരു ബുധനാഴ്ച ആകുമ്പോൾ പൈസ തരാമെന്ന് പറഞ്ഞു. ആദ്യ ഗഡുവായി 10,000 രൂപ തൃശൂർ വടക്കേ സ്റ്റാൻഡിലെ ഇന്ത്യൻ കോഫി ഹൗസിൽ വെച്ച് കൈപ്പറ്റുന്നതിനിടെയാണ് വിജിലൻസ് കുട്ടമണിയെ പിടികൂടിയത്. CITUവിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും CPIMന്റെ സജീവ പ്രവർത്തകനുമാണ് കുട്ടമണി KN. പരമ്പരാഗത കളിമൺ പാത്ര നിർമ്മാണ തൊഴിലാളികൾക്കിടയിൽ നിന്ന് നിരവധി പരാതിയാണ് ഇയാൾക്കെതിരെ പാർട്ടിക്ക് മുമ്പിലടക്കം എത്തിയിട്ടുള്ളത്. കുട്ടമണിയുടെ അറസ്റ്റ് വിജിലൻസ് രേഖപ്പെടുത്തി. 24 തൃശൂർ.
കൊല്ലം കൊട്ടാരക്കര RTC ബസ്സിനുള്ളിൽ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിന്റെ മിന്നൽ പരിശോധന. ബസ്സിനുള്ളിലെ കാലി പ്ലാസ്റ്റിക് കുപ്പികൾ കണ്ട് മന്ത്രി രോഷാകുലനായി. ഇത്തരം രീതികൾ പാടില്ല എന്ന് ഉത്തരവിറക്കിയിട്ടും പാലിക്കാത്ത ജീവനക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു നടുറോഡിൽ മന്ത്രിയുടെ മിന്നൽ പരിശോധന. തിരുവനന്തപുരത്ത് നിന്നും പത്തനാപുരത്തേക്ക് പോവുകയായിരുന്ന ഗണേഷ് കുമാർ ആയൂർ ടൗണിൽ വെച്ചാണ് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ് തടഞ്ഞത്. കോട്ടയത്ത് നിന്നും പുറപ്പെട്ട പൊൻകുന്നം ഡിപ്പോയ്ക്ക് കീഴിലെ ബസ്സിലായിരുന്നു പരിശോധന. ബസിന്റെ മുൻഭാഗത്തായി കൂട്ടിയിട്ടിരുന്ന മിനറൽ വാട്ടറിന്റെ കാലിക്കുപ്പികളും മറ്റു പ്ലാസ്റ്റിക്കുകളും കണ്ട മന്ത്രി രോഷാകുലനായി. പ്ലാസ്റ്റിക് നീക്കം ചെയ്യാൻ കണ്ടക്ടറോടും ഡ്രൈവറോടും നിർദ്ദേശിച്ചു. CMDയുടെ കൃത്യമായ ഉത്തരവുണ്ടായിട്ടും പാലിക്കാത്ത ജീവനക്കാർക്കെതിരെ നടപടി ഉറപ്പെന്ന് മന്ത്രി. ഇത് ഇടരുതെന്ന് അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. KSRTC നോട്ടീസ് ഉണ്ട്, ഇങ്ങനെ ഇടാൻ പാടില്ല. KSRTC ബസ് തകരാർ വരുത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി മുന്നറിയിപ്പ് നൽകിയിരുന്നു. 24 കൊട്ടാരക്കര. എറണാകുളം MG റോഡിലെ ഗാന്ധി പ്രതിമയ്ക്ക് സമീപമുള്ള പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലെ മരത്തിൽ കണ്ട പെരുമ്പാമ്പിനെ മണിക്കൂറുകൾക്ക് ശേഷം പിടികൂടി. സ്നേക് റെസ്ക്യൂ ടീം പിടികൂടിയ പാമ്പിനെ ഇടപ്പള്ളി സോഷ്യൽ ഫോറസ്ട്രിക്ക് കൈമാറും. രാവിലെ 9:30 മുതൽ വാഗമരത്തിന്റെ ചില്ലയിൽ കയറിയിരുന്ന പെരുമ്പാമ്പ് 10 മണിക്കൂറിന് ശേഷം താഴെ വീണു. പിന്നാലെ ജോൺ രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സ്നേക് റെസ്ക്യൂ ടീം പാമ്പിനെ പിടികൂടി. ഇപ്പൊ ഇറക്കിയല്ലോ അത് അവിടെ നിന്ന് ഇതായി. പിന്നെ ഡിസ്റ്റർബൻസിന് ഒരു വടി കൊണ്ടുവന്ന് അപ്പുറത്തുനിന്ന് ഡിസ്റ്റർബ് ചെയ്തപ്പോ അതിന് മനസ്സിലായി ഇനി അനക്കം കൂടുന്നു. പിന്നെ രാത്രിയാകുമ്പോൾ അവൻ പെട്ടെന്ന് ഇറങ്ങും. പിന്നെ അവനങ്ങനെ സ്ലിപ്പായി വന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെറിയ കൊമ്പിലേക്ക് കയറി സ്ലിപ്പായി താഴത്തേക്ക് പോകുന്നു. രാവിലെ വെള്ളം പമ്പ് ചെയ്ത് പാമ്പിനെ പിടികൂടാമെന്ന് കരുതിയിരുന്നെങ്കിലും ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് വനം വകുപ്പ് ശ്രമം ഉപേക്ഷിച്ചു. മരച്ചില്ലയിൽ ഇരിക്കുന്ന പാമ്പിനെ കാണാൻ രാവിലെ മുതൽ റോഡിൽ ആളുകൾ നിറഞ്ഞു. ഇന്നലെ മുതൽ പ്രദേശത്ത് മലമ്പാമ്പിനെ കണ്ടിരുന്നു. പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലെ കാട് വൃത്തിയാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് TJ വിനോദ് വ്യക്തമാക്കി. 24 കൊച്ചി. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. കൊച്ചിയിൽ വീണ്ടും സൈബർ തട്ടിപ്പ്. വാഴക്കാല സ്വദേശി ജയറാം ഗോപാലകൃഷ്ണന് 1,70,00,000 രൂപ നഷ്ടമായി. ഷെയർ ട്രേഡിംഗിൽ നിക്ഷേപിച്ചാൽ ദിവസം 5% ലാഭം കിട്ടുമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. വിപിൻ C വിജയൻ വിവരങ്ങൾ നൽകും. കൊച്ചിയിൽ നിന്ന് വിപിൻ, 1 കോടിയിലധികം രൂപ നഷ്ടമായിരിക്കുന്നു. നമ്മൾ ഓരോ ദിവസവും ഇത്തരം ഓൺലൈൻ തട്ടിപ്പുകളുടെ, ഈ ഷെയർ ട്രേഡിങ്ങിന്റെ മറവിലെ തട്ടിപ്പുകളുടെ ഒക്കെ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. വീണ്ടും ആളുകൾ പക്ഷേ ഈ ചതിക്കുഴിയിൽ പെടുകയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? അതെ വിജയകുമാർ, ഒരു വലിയ തട്ടിപ്പ് വീണ്ടും കൊച്ചിയിൽ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. 1,70,00,000 രൂപ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതിൽ തൃക്കാക്കര പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വാഴക്കാല സ്വദേശിയായിട്ടുള്ള ജയറാം ഗോപാലകൃഷ്ണന്റെ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ കേസിനാസ്പദമായ സംഭവം 2025 ഓഗസ്റ്റ് 1 മുതൽ ഈ ഓഗസ്റ്റ് 13 വരെയുള്ള ഒരു കാലയളവിൽ 3 തവണയായി പണം തട്ടിയെടുത്തു എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ 95 SC സ്റ്റോക്ക് റെക്കമെൻഡേഷൻ എന്നൊരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കുകയായിരുന്നു. ആ ഗ്രൂപ്പിൽ അനുവാദമില്ലാതെ തന്നെ അംഗമാക്കി. അതിനുശേഷം ഈ ഷെയർ ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചാൽ 5% ലാഭം ദിവസവും ലഭിക്കും എന്നുള്ളത് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് നടത്തിയത്. അതിൽ നിന്ന് പിന്നീട് ലാഭമോ മറ്റ് പണമോ ഒന്നും കിട്ടാതായതോടുകൂടിയാണ് തൃക്കാക്കര പോലീസിൽ പരാതി നൽകുന്നതും അതിലിപ്പോൾ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള ഒരു പ്രലോഭനങ്ങളിൽ ഒക്കെ വീഴുന്നു എന്നുള്ളത് കൂടിയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. അപ്പോൾ വലിയൊരു തട്ടിപ്പിന്റെ ശൃംഖല ഇപ്പോഴും കൊച്ചിയെ കേന്ദ്രീകരിച്ചൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൂടി പുറത്തു വരികയാണ്. വിജയകുമാർ. എറണാകുളം വാഴക്കാല സ്വദേശി ജയറാം ഗോപാലകൃഷ്ണന് 1,70,00,000 രൂപയാണ് നഷ്ടമായത്. 5% ലാഭം കിട്ടും ഓരോ ദിവസവും എന്ന് വിശ്വസിപ്പിച്ചായിരുന്നു ഈ തട്ടിപ്പ് നടത്തിയത്. വിപിൻ C വിജയനാണ് വിവരങ്ങൾ നൽകിയത്. 24 സ്റ്റഡി എബ്രോഡിന്റെ നേതൃത്വത്തിൽ വിജയദശമി ദിനത്തിൽ വിദേശ പഠനത്തിന് വിദ്യാരംഭം. വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്ന സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഓൺലൈൻ IELTS PTE പരിശീലനമാണ് നൽകുന്നത്. 12,000 രൂപ ഫീസുള്ള കോഴ്സുകളാണ് സൗജന്യമായി നൽകുന്നത്. നാളെ രാവിലെ 11 മണിക്ക് എറണാകുളം സെന്റ് തെരേസാസ് കോളേജിലാണ് വിദേശ പഠനത്തിനായുള്ള 24 സ്റ്റഡി എബ്രോഡിന്റെ വിദ്യാരംഭം. ബിരുദം പൂർത്തിയാക്കിയവർക്കും അവസാന വർഷ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം.
1.5 മാസം നീളുന്ന പരിശീലനത്തിൽ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിന് വിദഗ്ധരായ അധ്യാപകർ ക്ലാസ് എടുക്കും. ഇന്ത്യയിലെയും ഗൾഫ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലെയും വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. പരിശീലനത്തിൽ പങ്കെടുത്ത് 24 സ്റ്റഡി എബ്രോഡ് വഴി വിദേശ സർവകലാശാലകളിൽ പ്രവേശനം നേടുന്നവർക്ക് ആൻഡ്രോയിഡ് ടാബ് സമ്മാനമായി ലഭിക്കും. ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അക്ബർ ട്രാവൽസിന്റെ സ്റ്റുഡന്റ് എയർഫെയർ ഡിസ്കൗണ്ട് വൗച്ചർ, ലുലു ഫോറക്സിന്റെ സ്റ്റുഡന്റ് ഫോറക്സ് ഡിസ്കൗണ്ട് കൂപ്പൺ, ഡെക്കാത്തലോൺ നൽകുന്ന പർച്ചേസ് ഡിസ്കൗണ്ട് കൂപ്പൺ തുടങ്ങി സമ്മാന പെരുമഴയാണ് കാത്തിരിക്കുന്നത്. വിശദ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.24studyabroad.com എന്ന വെബ്സൈറ്റിലോ 8111991720 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. ന്യൂസ് ഡെസ്ക് 24. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.